കൊടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ പുറമത്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം 1927 സ്ഥാപിതമായത്. ശ്രീ പി ശശിധരൻ മാനേജരായ ഈ വിദ്യാലയത്തിൽ ശ്രീമതി സീന എ, ശ്രീമതി ആശ പി എസ്, ശ്രീമതി രേഖ പി, ശ്രീ അശോക് പി എസ്, ശ്രീ എ ഉമ്മർ, ശ്രീമതി ദിവ്യ പി എൻ എന്നിവർ അധ്യാപകരായി ജോലി ചെയ്യുന്നു. ഈ അധ്യയന വർഷത്തിൽ പ്രീ പ്രൈമറി ഉൾപ്പെടെ 102 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്കൂളിന്റെ 98ാം വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ മെച്ചപ്പെട്ട ഭൗതിക അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളിനുള്ളത്. അടച്ചുറപ്പുള്ള ക്ലാസ് മുറികളും സ്മാർട്ട് റൂമുകളും നമ്മുടെ വിദ്യാലയത്തെ മികവുറ്റതാക്കുന്നു. കുട്ടികളുടെ പാർക്ക്, പുതിയ അടുക്കള, ചുറ്റുമതിൽ എന്നിവ നമ്മുടെ വിദ്യാലയത്തിന്റെ മേന്മകളാണ്. ജൂൺ 3 പ്രവേശനോത്സവത്തോടെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവേശനോത്സവ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ, PTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നവാഗതരെ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു. പഠനോപകരണങ്ങളും പായസ വിതരണവും നടന്നു. പുതിയ അടുക്കളയിലെ പാലുകാച്ചലും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പാത്രങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. ജൂൺ 3 തന്നെ ഉച്ചഭക്ഷണ വിതരണവും ആരംഭിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ്, പോസ്റ്റർ പ്രചരണം, ക്വിസ്, പൂന്തോട്ട നിർമ്മാണം എന്നിവ നടത്തി. 11/6 വിവിധ ക്ലബ്ബുകളുടെ രൂപീകരണവും നടത്തി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ആവേശം 14/6/2024 പെരുന്നാൾ ആഘോഷത്തോടനുബന്ധമായി പെരുന്നാൾ വിരുന്ന് നടത്തി. മൈലാഞ്ചി മത്സരം, ഒപ്പന, മാപ്പിളപ്പാട്ട് എന്നിവ നടത്തി. കുട്ടികൾ വളരെ ആവേശത്തോടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. 21/6 ആദ്യത്തെ PTA ജനറൽ ബോഡി യോഗം ചേർന്നു. PTA, MPTA, ഉച്ചഭക്ഷണ കമ്മിറ്റി എന്നിവരെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീമതി സുജാത KPയെയും MPTA പ്രസിഡന്റായി ശ്രീമതി രാജേശ്വരിയെയും തെരഞ്ഞെടുത്തു. മുതൽ 25/6 വരെ വായനാവാരം ആചരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ്, പുസ്തക പരിചയം, പുസ്തക പ്രദർശനം എന്നിവ നടത്തി. വായനാ വാരത്തോടനുബന്ധിച്ച് ശ്രീ മനോഹരൻ മാസ്റ്റർ നയിച്ച സാഹിത്യ ക്ലാസ് ഉണ്ടായിരുന്നു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് LSS വിജയികൾ, SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദിച്ചു. വായനശാല സന്ദർശനം നടത്തുകയും ശ്രീ ഉമ്മർ മാസ്റ്റർ വായനശാല പ്രവർത്തനങ്ങളെപ്പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തു. ജൂലൈ 5 ബഷീർ ദിനം ആചരിച്ചു. വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. ഡോക്യുമെന്ററി പ്രദർശനം, ബഷീർ കഥകളുടെ അവതരണം, ബഷീർ ക്യൂസ് എന്നിവ നടത്തി. ബഷീർ കഥാപാത്രങ്ങൾ പരിചയപ്പെട്ടു. ബഷീറും കഥാപാത്രങ്ങളും കണ്ടുമുട്ടിയപ്പോൾ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി.
21 ചാന്ദ്രദിനം സ്കൂളിൽ ആഘോഷിച്ചു. ചന്ദ്രനെ അറിയാം, ചന്തമുള്ള അമ്പിളി, നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും എന്നീ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. ഇന്ത്യൻ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതിയെപ്പറ്റി കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. ടുഡാക്കോ കുപ്പുകൾ ഉണ്ടാക്കിയും യുദ്ധവിരുദ്ധ പോസ്റ്ററുകൾ നിർമ്മിച്ചും ഈ ദിനം ആചരിച്ചു. ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാന അധ്യാപിക പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നൃത്തശില്പം, പ്രസംഗം, ക്വിസ്, ദേശഭക്തി ഗാനാലാപനം എന്നീ പരിപാടികൾ നടന്നു. കുട്ടികൾക്ക് പായസ വിതരണം ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ 13 നടന്നു. വിപുലമായ പരിപാടികളോടെ നമ്മൾ ആ ദിനം ആഘോഷിച്ചു. രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കി. കുട്ടികൾ മാവേലി മന്നനോടൊപ്പം കളികളിൽ ഏർപ്പെട്ടു. ഓണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചെറിയ സ്കിറ്റ് കുട്ടികൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിപുലമായ സദ്യയും ഒരുക്കി. ഒക്ടോബർ 3 കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ ഭാഗമായി പോഷൺമ 2024 എന്ന ബോധവൽക്കരണ ക്ലാസ് നടന്നു. JHI റോഷ്നിയാണ് ക്ലാസ് നയിച്ചത്. ഭക്ഷണത്തിൽ ഇത്തിരി ശ്രദ്ധ, ഒത്തിരി കാര്യം, അനീമിയ തടയാം എന്നീ വിഷയങ്ങളിലൂന്നിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി നടന്ന ഉപന്യാസ മത്സരത്തിൽ ശ്രീമതി ശ്രുതി 1ാം സ്ഥാനവും ശ്രീമതി പ്രതിഭ 2ാം സ്ഥാനവും നേടി. നവംബർ 1 കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. ഉച്ചഭക്ഷണം മെച്ചഭക്ഷണം എന്ന പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തി. നവംബർ 14 വിപുലമായ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. ചാച്ചാജിക്കൊരു കത്ത്, പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം, തൊപ്പി നിർമ്മാണം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു. മധുരപലഹാരം വിതരണം ചെയ്തു. We need an education, yes we do. We need food and water too. All these things are important to see, for children everywhere, for you and me. Happy children, healthy children, smile, smile, clap, clap. സബ് ജില്ലാ ശാസ്ത്രമേള, കായികമേള, കലോത്സവം എന്നിവയിൽ മികച്ച പങ്കാളിത്തവും പ്രകടനവും നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചു.
20 അതിഗംഭീരമായി ക്രിസ്മസ് ദിനാഘോഷം നടന്നു. പുൽക്കൂട് ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ആശംസാ കാർഡുകൾ തയ്യാറാക്കിയും ഈ ദിനം ആഘോഷിച്ചു. ക്രിസ്മസ് അപ്പൂപ്പനും കുട്ടികളും വ്യത്യസ്തമായ അനുഭവമായി മാറി. സ്വാദിഷ്ടമായ ഭക്ഷണവും ഒരുക്കി. പുതുവർഷത്തെ പലഹാരമേളയുടെ അകമ്പടിയോടെയാണ് നമ്മൾ ആഘോഷിച്ചത്. വ്യത്യസ്തവും രുചികരവുമായ ഒട്ടേറെ പലഹാരങ്ങൾ നമുക്ക് ഒരുക്കുവാൻ സാധിച്ചു. രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും അകമഴിഞ്ഞ സഹകരണം പരിപാടി വിജയകരമാകാൻ സഹായിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന്റെ ഭാഗമായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. ജനുവരി 4 സ്കൂളിൽ നിന്ന് വിനോദയാത്ര നടത്തി. വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയിലേക്കാണ് പോയത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. പായും ലോകം മുന്നോട്ടു വേഗം പോകാം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അസംബ്ലിയിൽ പതാക ഉയർത്തി മധുരപലഹാരം വിതരണം ചെയ്തു. എല്ലാ കുട്ടികൾക്കും മെച്ചപ്പെട്ട അക്കാദമിക നിലവാരം കൈവരിക്കാൻ ഉതകുന്ന വ്യത്യസ്തങ്ങളായ പഠന പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. വായനയും എഴുത്തും മെച്ചപ്പെടുത്താനുള്ള വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇംഗ്ലീഷ്, മലയാളം ലൈബ്രറി പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് LSS സ്കോളർഷിപ്പിന് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഇതുകൊണ്ട് തന്നെ തുടർച്ചയായ 3 വർഷങ്ങളിൽ 3 LSS വിജയികളെയും കഴിഞ്ഞ വർഷം 4 LSS വിജയികളെയും സൃഷ്ടിക്കാൻ നമുക്കായി. ഈ വർഷവും LSS പരിശീലനം നടത്തി വരുന്നുണ്ട്.
വിദ്യാലയത്തെ ഇന്നത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളോടും ഈ വിദ്യാലയത്തിലെ മുൻകാല അധ്യാപകരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ വിദ്യാലയത്തിൻ്റെ ശോഭനമായ ഭാവിക്കു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ, മാനേജ്മെൻറ്റ്, രക്ഷിതാക്കൾ, നാട്ടുകാർ, SSG അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.